പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രമാത്രം ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റുമെന്ന് നമ്മൾക്കിങ്ങനെ സംശയം വരുന്ന വിധത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു നിമിഷമാണ് പെന്തക്കോസ്ത് തിരുനാളിൽ നമ്മൾ കാണുന്നത്. സ്വന്തം ആത്മാവിനെ വരെ തരാനും മാത്രം മനുഷ്യരെ സ്നേഹിച്ച ദൈവം, സ്വന്തം ആത്മാവിനെ വരെ ഇങ്ങനെ വിട്ടുതരാനായിട്ട് മനുഷ്യരെ സ്നേഹിച്ച ദൈവം. കർത്താവ് പറയും, നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയധികമായി എൻ്റെ പിതാവ് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ആ കർത്താവിൻ്റെ തിരുമുൻപിൽ നിന്ന് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഏലിയ പ്രവാചകനോട് പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന, എനിക്ക് നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം, വേറൊന്നും വേണ്ട, എനിക്ക് നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. ഞങ്ങളുടെ കുടുംബത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകം നിറയണം. പെന്തക്കുസ്ത നടന്ന അതേ ഇടം വന്നതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളും ഈ രാത്രിയിലായി തീരണമെന്ന് പ്രാർത്ഥിക്കുക. ആത്മാവിറങ്ങി വരട്ടെ. സ്നേഹമില്ലാതായി പോയ ബാബിലോൺ ഗോപുരം കണക്കെ ഇങ്ങനെ ഭാഷകൾ ചിതറിക്കപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബത്തിൽ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യം വന്നിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന രാത്രിയാണ്. അതിവിശുദ്ധമായ രാത്രിയാണ്. ഈ ഒരു രാത്രിയിൽ കുടുംബം ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരിത്തിരി നേരം ഈ പരിശുദ്ധ ദിവ്യകാരുണ്യനാഥൻ്റെ തിരുനടയിൽ മക്കളൊക്കെ എവിടെയാണെങ്കിലും ഒന്ന് വിളിച്ചു വരുത്ത്. എത്ര ഉറക്കത്തിലാണെങ്കിലും വിളിച്ചെഴുന്നേൽപ്പിക്ക്. ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥം യാചിച്ച് ആത്മാവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും ആത്മാവ് നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരും. പറഞ്ഞില്ലേ, ബാബിലോൺ അവർ പണിതുയർത്താൻ നോക്കിയ ഒരു വലിയ കെട്ടിടത്തിൻ്റെ പേര്. നമ്മളും അത് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ പണിതുയർത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ദൈവത്തെ മറന്നു പോകുമ്പോൾ നമുക്ക് പറ്റിപ്പോകുന്നത് ചിതറിക്കപ്പെട്ടു പോകുന്ന ഭാഷയാണ്. ചിതറിക്കപ്പെട്ടു പോകുന്ന ഭാഷ ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ അപ്പം പറയണതിൽ പകുതിയും നമുക്ക് മനസ്സിലാവുന്നില്ല, പകുതിയും. അമ്മ പറയണതിൽ പകുതിയും നമ്മൾ വകവയ്ക്കുന്നില്ല. മക്കൾ പറയണതിൽ പകുതിയിൽ കൂടുതൽ നമ്മൾ ഇങ്ങനെ അവഗണിച്ച് കളയുന്നുണ്ട്. മാതാപിതാക്കളുടെ വാക്കുകൾ ധിക്കരിക്കുന്ന മക്കളും മക്കളുടെ വാക്കുകൾ മനസ്സിലാക്കാതെ പോകുന്ന മാതാപിതാക്കളും ബാബിലോണിൻ്റെ മറ്റൊരു രൂപം തന്നെ. ഒരു സംശയവും വേണ്ട. ചിതറിക്കപ്പെട്ടു പോയ ഭാഷകൾ. എന്നാൽ പെന്തക്കോസ്ത് അനുഭവം നമ്മൾ കാണുന്നുണ്ട്. അവരവരുടേതായിട്ടുള്ള ഭാഷകളിൽ ശിഷ്യന്മാർ പറഞ്ഞത് കേട്ടു. അവർ പറഞ്ഞ ഭാഷ, ശിഷ്യന്മാർ അവരുടെ ഭാഷ പറയുമ്പോൾ ഇത്രയും ജനസമൂഹം, കുറേ രാജ്യങ്ങളുടെ പേര് പറയുന്നുണ്ടല്ലോ അവിടെ. ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന മനുഷ്യർ താന്താങ്ങളുടെ ഭാഷയിൽ ശിഷ്യന്മാർ പറഞ്ഞത് മനസ്സിലാക്കി എന്നാണ് പറയണത്. ചില കുടുംബങ്ങളെ കണ്ടിട്ടില്ലേ, പരസ്പരം ഒന്ന് ഇങ്ങനെ പ്രയാസം പറയുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കിയെടുക്കുന്ന മനുഷ്യർ. നമ്മളെ കൊതിപ്പിക്കുന്ന ചില കുടുംബങ്ങളാണ്. നമ്മൾ നോക്കിയിരുന്നിട്ടുണ്ട്. ഭർത്താവ് പറയണതിന് മുൻപ് തന്നെ ഭാര്യ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഭാര്യ പറയണതിന് മുൻപ് തന്നെ ഭർത്താവ് അവളുടെ സങ്കടം മനസ്സിലാക്കുന്നുണ്ട്. മാതാപിതാക്കൾക്കൊരു പ്രയാസം വരുന്നുവെന്ന് തോന്നിയാൽ പിന്നെ അത് വേണ്ട എന്ന് അവർ പറയാതെ തന്നെ നിശ്ചയിക്കാനായി ഇങ്ങനെ സ്നേഹമുള്ള മക്കളെ കാണുന്നുണ്ട്. മക്കളുടെ ആഗ്രഹം ഇതാണെന്നറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് സകലതും ഒരുക്കി കൊടുക്കുന്ന മാതാപിതാക്കളെ കാണുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് വരണത് അതിന് ഒരൊറ്റ കാരണം കൊണ്ടാണ്, ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട്. പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നമ്മൾ. ഇത് ഒരാൾക്ക് വേണ്ടി മാത്രം ലഭിക്കേണ്ട കാര്യമൊന്നുമല്ല. ആ ഒരു പരിശുദ്ധ മാതാവിനോട് ചേർന്ന് ശിഷ്യന്മാർ ചേർന്ന് നിന്ന ആ ഒരു മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയെങ്കിൽ ഒരുമിച്ച് അതിലും കൂടുതൽ ഹൃദയ ഐക്യത്തോടുകൂടെ ഒരുമിച്ച് പോകുന്നൊരു കുടുംബത്തിൻ്റെ മേൽ ആത്മാവിനിറങ്ങി വരാനായിട്ട് ഒരു പ്രയാസം ഉണ്ടാവില്ല. വലിയ സന്തോഷത്തോടു കൂടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ചോദിക്കുന്നവന് ലഭിക്കും. കർത്താവ് പറയുന്ന കാര്യമാണ്. ചോദിച്ചിട്ടില്ല,
ഈ കുടുംബത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി, ഈ കുടുംബത്തെ ഉയർത്താൻ വേണ്ടി, ഏറ്റവും മനോഹരമായൊരു ഭവനം പണിയാൻ വേണ്ടി, നല്ല ജോലി കിട്ടാൻ വേണ്ടി, നന്നായി മക്കൾ പഠിക്കാൻ വേണ്ടി, നല്ല ആരോഗ്യത്തിന് വേണ്ടി, കുടുംബം ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി, കുടുംബത്തിൽ ഐക്യവും സ്നേഹവും നിറയാൻ വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ പെന്തക്കോസ്ത് അനുഭവം ലഭിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്നതിൻ്റെ ഒന്നിൻ്റെയും പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. പതിയെ പതിയെ ഇങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് കുടുംബം പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷകൾ കൊണ്ട് നിറയുന്നുണ്ട്. പരസ്പരം കുറ്റപ്പെടുത്തലുകൾ ആരംഭിക്കുന്നുണ്ട്. അവിടേക്ക് സ്വർഗത്തിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവെ അഭിഷേകമായി വന്നിറങ്ങണമേ എന്ന് പരസ്പരം മിണ്ടുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് പരസ്പരം മനസ്സ് വായിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സ്നേഹമായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിറങ്ങണമേ എന്ന് ഈ ദിവസം ഒന്ന് പ്രാർത്ഥിക്കണം. ഈ രാത്രി പറഞ്ഞില്ല, ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കും. ഉറപ്പായിട്ടും ആത്മാവ് ഇറങ്ങി വരുന്ന നിമിഷം നമ്മുടെ കുടുംബം ഇങ്ങനെ സ്വർഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രഭ കൊണ്ട് ജ്വലിക്കുന്നത് കാണാൻ പറ്റും. സ്നേഹക്കൂടാരമായി നമ്മുടെ കുടുംബത്തെ മാറ്റി തീർക്കാൻ സ്വർഗത്തിൻ്റെ വിശുദ്ധ സ്നേഹമായ പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ എന്നുള്ള വലിയ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആത്മാവിനെ, ഈ ഭൂമിയുടെ മുഖം നവീകരിക്കാനായ ആത്മാവിനെ നൽകുമെന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാരുടെ നേരെ അവരുടെ നേരെ ഉച്ഛ്വസിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. ഈശോയുടെ നിശ്വാസം സ്വീകരിക്കാൻ പോകുന്ന നിമിഷങ്ങളാണിത്. ഒരാള് ഇങ്ങനെ ചുംബനം കൊണ്ട് അടുത്ത് വരുന്ന നേരത്താണ് അയാളുടെ നിശ്വാസം നമ്മുടെ മുഖത്തടിക്കുന്നതെന്ന് അറിയുക. അത്രയും സ്നേഹത്തോടുകൂടെ കർത്താവ് നമ്മളുടെ കുടുംബത്തിൻ്റെ മുഖത്തേക്ക്, കുടുംബത്തിലേക്ക് വന്നിറങ്ങുന്ന നിമിഷങ്ങളിൽ അവിടുത്തെ ആത്മാവിനെ നൽകാൻ മനസ്സുണ്ടാകണേ എന്ന പ്രാർത്ഥനയോടുകൂടെ കർത്താവെ, അങ്ങേ ആത്മാവിനെ, ജീവശ്വാസത്തെ, ദൈവിക സ്നേഹത്തെ ഞങ്ങളിലേക്ക് നിശ്വസിക്കാൻ മനസ്സാകണേ എന്ന പ്രാർത്ഥനയോടെ ഒരുമിച്ച് ഒരേ മനസ്സോടെ ആത്മാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആത്മാവിനെ സ്വീകരിച്ചവരുടെ ഒരു തീക്ഷ്ണതയുണ്ട്. സ്വർഗത്തിൻ്റെ ആ ഒരു അഗ്നിജ്വാലയുടെ സന്തോഷത്തിൽ ആറാടിയ മനുഷ്യർക്ക് പിന്നീട് അവരുടെ മുഖത്ത് നിന്ന് സന്തോഷമൊഴിയുന്നില്ല, നാവുകളിൽ നിന്ന് സുവിശേഷം മാറുന്നില്ല. നാളെ മുതൽ നമ്മുടെ കുടുംബം എങ്ങനെയാണെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേക്ക്. ആത്മാവ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളു നിറഞ്ഞ സന്തോഷവും ഉള്ളിൽ നിന്നുയരുന്ന സുവിശേഷങ്ങളും നമ്മുടെ കുടുംബത്തിലും കേൾക്കാനാവും. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.